റമദാനായെങ്കിൽ ഷെയ്ത്താൻമാരല്ല ചങ്ങലക്കിടപ്പെട്ട് അങ്ങനെ കെട്ടിവെക്കപ്പെട്ട് ഹദീസുകളുണ്ട്. അപ്പൊ റമദാൻ അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് എന്തൊരു നല്ല ആക്കുകയാവില്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് വിഷയമായെങ്കിലും ആറ് കേട്ട് ഞങ്ങൾ ചൊല്ല ഷെയ്ത്താൻ വിടില്ല, ഇബ്ലീസ് വിടില്ല ചൊന്നു ഞങ്ങൾ പോലും ചൊന്നൊടിക്കുക. അങ്ങനെ റമദാനിൽ നിങ്ങൾക്ക് അതേപോലെ ഖുർആൻ ഓതുകാവില്ല, നിസ്കരിക്കുകയാവില്ല, തറാവീഹ് നിസ്കരിക്കുകയാവില്ല, അങ്ങനത്തെ സൽക്കർമാക്കുള്ള റമദാനിലും ആവില്ല, റമദാനിൽ വർക്ക് വേണ്ടേ, റമദാനിൽ ബച്ചലാവിടെ, ഇങ്ങനെ ഞങ്ങൾക്ക് ആവുകൊണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് സമാജത്തിൽ ആലോചന ആക്കണായ അഗത്യമുണ്ട്. എന്ത് വെച്ചെങ്കിൽ ഷെയ്ത്താൻമാരെ കെട്ടിടപ്പെട്ടിട്ടും ആവില്ലാണ്ടാകുമ്പോൾ അപ്പോൾ പ്രോബ്ലം നൻ്റെതേ ഉണ്ടാവും. അതുകൊണ്ട് നാനേ ഈ ഹൈറായ കാര്യത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവനുണ്ടായിട്ടില്ലെങ്കിൽ എത്ര വേഗം ഞങ്ങളെ നഫ്സിക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആക്കിയിട്ട് ഞങ്ങളെ നഫ്സിലെ സമാക്കുവാനായിട്ട് ശ്രമിക്കണം. നഫ്സിലെ സമാക്കുള്ളിങ്കിൽ ഏറ്റവും നല്ല മാർഗമായിട്ട് റമദാൻ്റെ നോമ്പേ, ആ നോമ്പ് കഡ്ഡായമാക്കുള്ള കാരണം അതെ ഈ നഫ്സിലെ കൺട്രോൾ ആവുള്ളൂ, ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളെ ആഹാരപാനീയങ്ങൾ റമദാൻ അല്ലാത്തപ്പോഴത്തെക്കാണ്ട് യാറെ ഭയങ്കരമായ ആഹാരപാനീയം ആയതുകൊണ്ട് ഈ റമദാനിലും ഞങ്ങളുടെ നഫ്സിനെ ഞങ്ങൾക്ക് കൺട്രോൾ ആക്കുകയില്ല. അത് കേട്ട് റമദാന്റെ ഫുഡും നല്ല വിധത്തിൽ കൺട്രോൾ ആക്കിയിട്ട് നഫ്സിനെ കൺട്രോൾ ആക്കൂ. ഞങ്ങളെല്ലാവരും ശ്രമിച്ചിട്ട് ഷെയ്ത്താന്റെ ചതിയിൽ നിന്നും ഞങ്ങളുടെ നഫ്സിലെ കുതന്ത്രങ്ങളിൽ നിന്നും രണ്ട് ചതിയിൽ തൊട്ടും ബച്ചാവായിട്ട് സ്വർഗം സമ്പാദിക്കുക ഞങ്ങളെല്ലാവരും ട്രൈ ആക്കുക.